തീർച്ചയായും ഈ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഈ നമുക്കറിയാം മിഷൻ സമുദ്രയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അതൊരു കപ്പൽ നിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ളതാണ് PRD വിശദീകരിക്കുന്നത്. ഇത് മറ്റാരും ചോദിച്ചതോ മറ്റെന്തെങ്കിലും സാഹചര്യത്തിൽ പറഞ്ഞതോ അല്ലല്ലോ. സർക്കാർ ഇത്തരത്തിലുള്ള നിലപാടുകളുമായി വലിയ നിക്ഷേപ പദ്ധതികളുമായി ഒക്കെ കേരളം മുന്നോട്ട് പോകുന്നു, അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കുന്നു എന്ന തരത്തിലൊരു പ്രഖ്യാപനത്തിന്റെ ഭാഗമായി വന്നതാണ്. പക്ഷെ അത് വസ്തുതാവിരുദ്ധമാണ് എങ്കിൽ വലിയ ആക്ഷേപം കേൾക്കേണ്ടി വരും. റോഷിബാൽ, മാധു, നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സമാനമായ ഒരു നിക്ഷേപത്തിന്റെ വാർത്ത നമ്മൾ വായിച്ചതാണ്. അത് പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ ഏതാണ്ട് 13,000 കോടി രൂപ നിക്ഷേപം വരുന്നു, വിഴിഞ്ഞത്തേക്ക് വിദേശ നിക്ഷേപം വരുന്നു, വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു, കുതിച്ചുചാട്ടം കേരളത്തിൽ ഉണ്ടാകുന്നു എന്ന വാർത്തയായിരുന്നു. പിന്നീടാണ് അത് മനസ്സിലായത് അത് നിക്ഷേപമല്ല, അത് അദാനി കമ്പനിയിലേക്ക്, അദാനി കമ്പനിയുടെ ഓഹരിയിൽ ഒരു മാറ്റം, അതിൽ ഓഹരി ഘടനയിൽ ഒരു മാറ്റം വരികയാണ്. അവരുടെ ഓഹരി മറ്റൊരു കമ്പനിക്ക്, MSC എന്ന കമ്പനിക്ക് പങ്കുവെക്കുകയാണ് എന്നത് തിരിച്ചറിഞ്ഞത് ഏറെ വൈകിയാണ്. സമാനമായി തന്നെ ഈ ടാറ്റ ഗ്രൂപ്പിന്റെ നിക്ഷേപം, അത് ടാറ്റയുടെ എന്റർപ്രൈസസിന്റെ ഭാഗമായുള്ള ഈ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ നിക്ഷേപം, അത് ജോയിന്റ് വെഞ്ചറായി വരുമെന്ന ഈ വിശദീകരണത്തിൽ പോലും ഇനി കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം നമുക്ക് മുന്നിൽ ഒരു ഉദാഹരണമുണ്ട്. അത് വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപമാണ്, 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപമാണ്. അത് പിന്നീട് അത് വിദേശ നിക്ഷേപമല്ലെന്ന് ബോധ്യമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏത് തരത്തിലുള്ള ഒരു നിക്ഷേപമാണ് ടാറ്റയുടെ ഭാഗമായുള്ള ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് കമ്പനി നടത്താൻ പോകുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരണം. എന്തിനാണ് മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു വെർട്ടിക്കലിൽ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യപ്പെടുകയാണ് എങ്കിൽ സ്വാഭാവികമായും അതിന്റെ എല്ലാ മേഖലകളിലും അത് അറിയേണ്ടതാണ്. ഇതിപ്പോൾ ഈ ഇൻഫ്രയിൽ അത് കൗതുകകരം എന്ന് പറയുന്നത് ഈ MSCയുമായുള്ള നിക്ഷേപവുമായി ബന്ധപ്പെട്ടും ആദ്യഘട്ടത്തിൽ വാർത്ത വന്നത് ഇൻഫ്രയിൽ തന്നെയാണ് എന്നതും അത് പിന്നീട് ഉദ്ധരിക്കപ്പെട്ടു എന്നതും ഒക്കെ നമുക്ക് ഓർക്കാൻ കഴിയുന്നതുമാണ്. ശരി, അതവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും ടാറ്റയുടെ എല്ലാ മേഖലകളിലും ഇത് അറിയേണ്ടതാണ്. പ്രത്യേകിച്ച് ഷിപ്പിംഗ് പോലെയുള്ള ഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രോജക്റ്റിലേക്ക് ആദ്യമായി ടാറ്റ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും അത് ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് എല്ലാവരും അറിയേണ്ടതാണ്. ഇതിപ്പോൾ അവർ പറയുന്നത്, അതായത് ഇൻഫ്രയിൽ ആരാണോ ഇൻഫ്രയ്ക്ക് വിവരം കൊടുത്തത് അവർ കൃത്യമായി പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ സദേൺ സ്റ്റേറ്റിൽ എന്നുള്ളത് മാത്രം, കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റെവിടെയും ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ പറ്റി ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നാണ്. മാധു, അങ്ങനെയാണ്. കാരണം ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, ടാറ്റ എന്ന രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു കമ്പനി, അവർക്ക് ഇതുവരെ പരിചയസമ്പത്തില്ലാത്ത ഒരു ഷിപ്പിംഗ് മേഖലയിലേക്ക് കപ്പൽ നിർമ്മാണശാല തുടങ്ങുക എന്നത് അത് വലിയൊരു പ്രഖ്യാപനമായി തന്നെയായിരിക്കും അവർ കൊണ്ടുവരാൻ സാധ്യത. അങ്ങനെ ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ബോർഡോ അറിയാതെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുഖ്യമന്ത്രിയുടെ അരികിലേക്ക് എത്തിയത് എന്ന ഒരു ചോദ്യമുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശൻ പറയുന്ന കാര്യങ്ങൾ അത് ഏറ്റവും വസ്തുതാപരമായിരിക്കുമെന്നതാണ് പ്രധാനപ്പെട്ടത്. കാരണം മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിക്ക് ആ വിവരങ്ങൾ നൽകുന്നത് അവിടെയുള്ള ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരായിരിക്കും. അങ്ങനെ ടാറ്റ ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പദ്ധതിയുമായി തങ്ങൾക്ക് കേരളത്തിലേക്ക് വരാനുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ധാരണാപത്രം ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞ ടാറ്റ എന്റർപ്രൈസസിന്റെ ഭാഗമായിട്ടുള്ള ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡുമായി ആയിരുന്നില്ല അവരുടെ നിക്ഷേപം എന്നായിരുന്നില്ല വിശദീകരണം. നേരെ മറിച്ച് അതിന് പകരം അവർ പറഞ്ഞത് ടാറ്റ ഗ്രൂപ്പ് നിക്ഷേപിക്കുന്നു എന്നതാണ്. ആ ടാറ്റ ഗ്രൂപ്പ് എല്ലാം നിക്ഷേപിക്കുന്നത് എന്ന ഒരു കൃത്യമായ ഒരു വിശദീകരണം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് വന്നത് തന്നെ ഒരു പക്ഷേ ടാറ്റ ഇത് നിഷേധിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. ടാറ്റ അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. തങ്ങൾക്ക് കപ്പൽ നിർമ്മാണ മേഖലയിലേക്ക് ഒരു തരത്തിലുള്ള പദ്ധതികളും ഇപ്പോഴില്ല. തങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന പദ്ധതികൾ ഇന്നെന്നതാണെന്ന് കൃത്യമായി ടാറ്റയുടെ വക്താവ് വിശദീകരിക്കുന്നുമുണ്ട്. ഈ കാര്യം എക്കണോമിക്സ് ടൈംസ് ആണ് അത് വാർത്തയായി നൽകുന്നത്. നേരത്തെ പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് നേരത്തെയുള്ള വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്തയിലും വ്യക്തത വന്നത് എക്കണോമിക്സ് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളിലൂടെയാണ്. സമാനമായി തന്നെ എക്കണോമിക്സ് ടൈംസ് അത് പറയുമ്പോൾ അതിൽ ഇപ്പോൾ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനി, അത് ടാറ്റ എന്റർപ്രൈസസിന്റെ ഭാഗമായ കമ്പനി, ആ കമ്പനി കൂടുതൽ വിശദീകരണവുമായി രംഗത്ത് വരേണ്ടി വരും. ഏതായാലും ഇതും വലിയ വിവാദമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ് ടാറ്റ ഗ്രൂപ്പ് കേരളത്തിൽ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കുന്നു എന്നതാണ്. അതും 10,000 കോടി രൂപയുമായുള്ള നിക്ഷേപമാണ്. അങ്ങനെ ഒരു നിക്ഷേപം വരുമ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്ന മാറ്റം, അത് വികസന രംഗത്തുണ്ടാകുന്ന കുതിച്ചുചാട്ടം, ജോലി സാധ്യതകൾ, അതൊക്കെ ഒരുപക്ഷെ കേരളത്തിലെ
ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയേകുന്നതാണ്. അങ്ങനെ പ്രതീക്ഷയേകുന്ന ഒരു പദ്ധതിയുമായി ടാറ്റ വരില്ലെന്ന് പറഞ്ഞപ്പോൾ ആണ് ഇത്തരം ഒരു വിശദീകരണമായി രംഗത്ത് വരുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരും ദിവസങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. മാധു. യെസ്, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.